മണ്ണാർക്കാട് ഞങ്ങൾ UDF തൂക്കി. മണ്ണാർക്കാട്ട് ജനത ഞങ്ങളിൽ അർപ്പിച്ചത് വലിയ വിശ്വാസമാണ്. തെരഞ്ഞെടുപ്പിന്റെ കുറച്ച് കാലം മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം, പല വിധത്തിലുള്ള പ്രചരണങ്ങൾ UDFനും UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എനിക്കും നിലവിലുണ്ടായിരുന്ന MLA എന്നുള്ള നിലക്കൊക്കെ ആയിട്ട് പല വിധത്തിലുള്ള അട്ടഹാസങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ഒരു വിജയമാണ് മണ്ണാർക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കും UDFനും മണ്ണാർക്കാട് ജനത നൽകിയത്. ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മഹാഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട്ടെ ജനത ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന മണ്ണാർക്കാട്ടെ റെക്കോർഡ് എന്ന് പറയുന്നതും എനിക്ക് തന്നെ മണ്ണാർക്കാട്ടെ ജനങ്ങൾ നൽകിയ 2016 ഭൂരിപക്ഷമായിരുന്നു. അത് ആ ഭൂരിപക്ഷം 12,325 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അതിനു മുമ്പുള്ള മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ 4000, 3000, 5000, 6000 വോട്ടിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജയിക്കുന്നത്. അതും മാറി മാറിയാണ് ജയിച്ചിരുന്നത്. അതിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ആ ഭൂരിപക്ഷം 12,325 2016 ഭൂരിപക്ഷമാണ് റെക്കോർഡ് ഭൂരിപക്ഷം. ആ സ്വന്തം റെക്കോർഡിനെ അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷവുമായി മറികടക്കാൻ മണ്ണാർക്കാട്ടെ ജനത അനുഗ്രഹിച്ചതിൽ ഞാൻ എങ്ങനെയാണ് അതിന് നന്ദി പറയേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. വാക്കുകൾ കൊണ്ടത് വിവരിക്കാൻ കഴിയില്ല. കാരണം അത്രയേറെ എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആക്രമണങ്ങളെയാണ് ജനങ്ങളാണ് പ്രതിരോധിച്ചത്. അപ്പൊ അവർക്കൊക്കെയുള്ള മറുപടി, എല്ലാവർക്കുമുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലുണ്ട് എന്നുള്ളതാണ് ആശ്വാസം. ഏറെ വിനയത്തോടുകൂടി, അതിലേറെ സന്തോഷത്തോടുകൂടി മണ്ണാർക്കാട്ടെ ജനത നൽകിയ ഈ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആയിട്ടുള്ള ഈ വിജയം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ അതിനേക്കാൾ കൂടുതൽ ജനകീയമായി, വിനയത്തോടെ, സേവന സന്നദ്ധരായി മണ്ണാർക്കാടിന് വേണ്ടി ഇനിയുള്ള നാളുകളിൽ പ്രവർത്തിക്കും. വളരെ തിളങ്ങുന്ന ഒരു വിജയം എന്ന് പറഞ്ഞാലേ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം മണ്ണാർക്കാട് ഞങ്ങൾക്ക് സമ്മാനിച്ച മണ്ണാർക്കാട്ടെ ജനാധിപത്യ വിശ്വാസികളോടുള്ള നന്ദിയും കടപ്പാടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉതിർന്നു വരുന്ന സ്നേഹവും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളിലൂടെ പ്രകടിപ്പിക്കാം. ഒപ്പം തന്നെ UDF കേരളത്തിൽ അധികാരത്തിൽ വന്നു. UDFനും ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് തന്ന പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു, കേരളത്തിലെ ജനങ്ങൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇടതു ഭരണത്തിനെതിരായ ജനവികാരമാണ്, പിണറായി ഭരണത്തിനെതിരായ ജനവികാരമാണ്. അതൊക്കെ കണ്ടല്ലോ. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിലുടനീളം UDF ഉണ്ടാക്കിയ ഒരു തേരോട്ടം അത് വളരെ ക്ലിയറാണ്. UDF ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിനുള്ള ജനപിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത്തരം ജൽപ്പനങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, എന്തെല്ലാം അട്ടഹാസങ്ങളായിരുന്നു. അവർക്കൊക്കെ ജനം മറുപടി കൊടുത്തു. ഞാൻ അതിനൊന്നും അന്നും പറയാൻ പോയിട്ടില്ല. അപ്പൊ ടിക്കറ്റ് ആർക്കാ എടുത്തു കൊടുത്തത്? തൽക്കാലമെങ്കിലും ഈ പൊതുരംഗം മലീമസമാകാതെ ആരൊക്കെയാണ് മാറി നിൽക്കേണ്ടതെന്ന് ഈ ജനവിധിയിലുണ്ട്. കണ്ണം കൊണ്ട് പാലവും മണ്ണാർക്കാട്ടെ വികസനവും നമ്മൾ ചെയ്താൽ മതിയെന്നാണ് മണ്ണാർക്കാട്ടെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയിട്ടുള്ളത്. അത് ഇത്രയൊക്കെ ചെയ്തെങ്കിൽ ബാക്കി നിങ്ങൾ തന്നെ ചെയ്താൽ മതിയെന്നാ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഞങ്ങൾക്ക് കൂടുതൽ ഇതൊന്നും കൂടുതലായിട്ട് അതിനെയൊന്നും വേറൊരു വലിയ അത്തരം കുറച്ചൊരു അമിതമായ ആവേശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അഹങ്കാരത്തിന്റെ അംശമോ ഒന്നും ഞങ്ങളിലില്ല. ഞങ്ങൾ തല കുനിച്ച് വളരെയേറെ ജനങ്ങളെ ബഹുമാനിച്ച്, ജനങ്ങൾ തന്നതാണ് ഈ വിധിയെഴുത്ത്. ഞങ്ങളാണ് ശരി, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, ഈ അട്ടഹാസങ്ങളും ഈ ബഹളങ്ങളൊക്കെ അതങ്ങനെ നടന്നോട്ടെ, അത് ഏത് കോണിൽ നിന്നായാലും നിങ്ങളാണ് ശരി. UDFന്റെ പ്രവർത്തകർ, അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ വിധിയാണിത്. ആ വിധിയെ വളരെ ലാളിത്യത്തോടു കൂടി ഞങ്ങൾ മാനിക്കുകയാണ്.